തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, പഠിച്ചിറങ്ങിയവർക്ക് ജോലി, വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം, ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം, ജോലി ഉറപ്പു നൽകുന്നു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഫാർമസി അസിസ്റ്റന്റ്, ആയുർവേദ പഞ്ചകർമ്മ OT ടെക്നോളജി, ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ 26 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. NDA നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മോദിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രിയായി നിയമിച്ചതോടെയാണ് സത്യപ്രതിജ്ഞ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമായത്. ഞായറാഴ്ച വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ്. രാജ്യചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3ാം ഊഴം ലഭിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് ഇതോടെ മോദിക്ക് സ്വന്തമായി. വെള്ളിയാഴ്ച രാവിലെ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗം മോദിയെ നേതാവായി തെരഞ്ഞെടുത്തു. മുതിർന്ന BJP നേതാവ് രാജ്നാഥ് സിംഗാണ് മോദിയുടെ പേര് നിർദ്ദേശിച്ചത്. BJP നേതാക്കളായ അമിത് ഷാ, നിതിൻ ഗഡ്കരി തുടങ്ങിയവരും NDA ഘടകകക്ഷി നേതാക്കളും മോദിയെ പിന്തുണച്ചു. മോദിയെ തെരഞ്ഞെടുത്തതായുള്ള പ്രമേയം യോഗം പാസാക്കി. BJP അധ്യക്ഷൻ JP നഡ്ഡയുടെ നേതൃത്വത്തിൽ NDA നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് പ്രമേയം കൈമാറി. ഇതിനുശേഷം MP-മാരുടെ പിന്തുണക്കത്തുമായി രാഷ്ട്രപതിയെ സന്ദർശിച്ച മോദി സർക്കാർ രൂപവൽക്കരിക്കാനുള്ള അവകാശം ഉന്നയിച്ചു. ഇത് അംഗീകരിച്ച രാഷ്ട്രപതി മോദിക്ക് നിയമന പത്രം കൈമാറി. ഞായറാഴ്ച സത്യപ്രതിജ്ഞയിൽ പ്രധാന നേതാക്കളും ഘടകകക്ഷികളുടെ ഓരോ പ്രതിനിധികളുമാകും സ്ഥാനമേൽക്കുക എന്നതാണ് റിപ്പോർട്ട്. സുരേഷ് ഗോപിയും ഞായറാഴ്ച കേന്ദ്രമന്ത്രിയാകുമെന്ന് റിപ്പോർട്ടുണ്ട്. വിശദ ചർച്ചകൾക്കു ശേഷമാകും മന്ത്രിസഭാ വിപുലീകരണം. 543 അംഗസഭയിൽ 293 അംഗങ്ങളാണ് NDAക്കുള്ളത്. ചെറുകക്ഷികളും സ്വതന്ത്രരുമടക്കം 10 പേർ കൂടി തങ്ങൾക്കൊപ്പമുണ്ടെന്ന് BJP നേതാവ് ഗിരിരാജ് സിംഗ്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.